നിങ്ങൾക്ക് ഒന്നുകിൽ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. യു ക്യാൻ ഐദർ വാച്ച് ഓർ സ്കിപ്പ് മൈ വീഡിയോ. എന്തിപ്പോൾ ജോ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചില്ലേ? ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് അതാണ്. നമ്മൾ ഇന്നു മുതൽ കൺജങ്ഷൻസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഡൗൺ ദ ലൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചില വേർഡ്സ് കൺജങ്ഷൻസ് ആയിട്ടാണ് യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ കണക്റ്റേഴ്സ് എന്ന് ഞാൻ അതിൽ പറയാറുണ്ട്, കണക്റ്റേഴ്സ്. അപ്പോൾ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എ പോയിന്റ് വേർ 2 or 3 തിങ്സ് ആർ ജോയിൻഡ്, അതല്ലേ? ഒരു പോയിന്റിൽ 3-4 സാധനങ്ങൾ ജോയിൻ ചെയ്ത് വെക്കൽ, അല്ലേ? അതാണ് ജംഗ്ഷൻ എന്ന് പറയാം, അല്ലേ? അപ്പോൾ അതാണ് കൺജങ്ഷൻ, കണക്റ്റേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോണത് കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ്. നമ്മൾ കോറിലേറ്റീവ് എന്ന് പറയും. അപ്പോൾ കൺജങ്ഷൻസ് ആണ് കോറിലേറ്റീവ് കൺജങ്ഷൻസ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോണത് ഐദർ ഓർ ആണ്. ഐദർ ഓർ, ചിലവർ ഈദർ ഓർ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഐദർ ഓർ. അപ്പോൾ നമ്മൾ ഐദർ ഓർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അല്ലെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ അല്ലെങ്കിൽ, ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ അത് ഒരു അഫർമേറ്റീവ് സെൻസാണ് നമുക്ക് തരുന്നത്, ഒരു പോസിറ്റീവ് സെൻസാണ് നമുക്ക് തരുന്നത്. ആ സെൻറ്റൻസ് പോസിറ്റീവാണ് കേട്ടോ. അപ്പോൾ ഐദർ ഓർ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പോകാമെന്ന് വെച്ചു. അപ്പോൾ പല രീതിയിലും അത് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് 2 ഡിഫറെൻറ്റ് സെൻറ്റൻസസ് അത് വെച്ചിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളത്, ഐദർ ഓർ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് സബ്ജക്റ്റ് സെയിം ആണ്, പക്ഷേ വേർബ് ഡിഫറെൻ്റ് ആണ്. സബ്ജക്റ്റ് സെയിം ആണ്, വേർബ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഐ വിൽ ടേക്ക് ദ ക്ലാസ്, അതൊരു സെൻറ്റൻസ്. ഐ വിൽ റൈറ്റ് ദ സ്ക്രിപ്റ്റ്, അത് മറ്റൊരു സെൻറ്റൻസ്. അപ്പോൾ അവിടെ രണ്ടും സബ്ജക്റ്റ് ഒന്നാണ്, ഐ സെയിം ആണ്, അല്ലേ? പക്ഷേ പ്രവൃത്തി അവിടെ മാറി. ടേക്ക് ദ ക്ലാസ്, റൈറ്റ് ദ സ്ക്രിപ്റ്റ്. അപ്പോൾ ആ 2 സെപ്പറേറ്റ് സെൻറ്റൻസസ് നമ്മൾ എങ്ങനെയാണ് ഐദർ ഓർ വെച്ചിട്ട് കണക്ട് ചെയ്യുക? ഐ വിൽ ഐദർ ടേക്ക് ദ ക്ലാസ് ഓർ റൈറ്റ് ദ സ്ക്രിപ്റ്റ്. ഐ വിൽ ഐദർ ടേക്ക് ദ ക്ലാസ് ഓർ റൈറ്റ് ദ സ്ക്രിപ്റ്റ്. അങ്ങനെയാണ്. ഇനി ദേ വെച്ചിട്ട് ഒന്ന് തുടങ്ങി നോക്കാം. ദേ ക്യാൻ ലിസൺ ടു മീ, ഒരു സെൻറ്റൻസ്. ദേ ക്യാൻ ലിസൺ ടു മീ. പിന്നെ ദേ ക്യാൻ ഡു ആസ് ദേ വിഷ്. ദേ ക്യാൻ ഡു ആസ് ദേ വിഷ്. അപ്പോൾ ആ 2 സെപ്പറേറ്റ് സെൻറ്റൻസസ് എങ്ങനെയാണ് ഒന്നാക്കുക? ഐദർ ഓർ വെച്ചിട്ട്. ദേ ക്യാൻ ഐദർ ലിസൺ ടു മീ ഓർ ഡു ആസ് ദേ വിഷ്. ദേ ക്യാൻ ഐദർ ലിസൺ ടു മീ ഓർ ഡു ആസ് ദേ വിഷ്. അപ്പോൾ അത് മനസ്സിലായില്ലേ? സബ്ജക്റ്റ് സെയിം ആണ്, വേർബ് ഡിഫറെൻ്റ് ആണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് സബ്ജക്റ്റ് ഡിഫറെൻ്റ് ആണ്. നേരത്തെ നമ്മൾ നോക്കിയത് സബ്ജക്റ്റ് സെയിം ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് സബ്ജക്റ്റ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ വേർബ് സെയിം ആണ്. ഒന്ന് നോക്കി നോക്കാം. എക്സാമ്പിൾ, ജ്യോതി വിൽ ടേക്ക് ദ ക്ലാസ്, ഒരു സെൻറ്റൻസ്. സുരഭി വിൽ ടേക്ക് ദ ക്ലാസ്. അപ്പോൾ അവിടെ സബ്ജക്റ്റ് രണ്ടും വ്യത്യാസമുണ്ട്, ജ്യോതി സുരഭി, അല്ലേ? ജ്യോതി ക്ലാസ് എടുക്കും, സുരഭി ക്ലാസ് എടുക്കും. പക്ഷേ പ്രവൃത്തി, വേർബ് അവിടെ സെയിം ആണ്. അപ്പോൾ എങ്ങനെയാണ് ആ 2 സെൻറ്റൻസസ് നമ്മൾ ജോയിൻ ചെയ്യുക ഐദർ ഓർ വെച്ചിട്ട്? ഐദർ ജ്യോതി ഓർ സുരഭി. എവിടെയാണോ വ്യത്യാസം വരുന്നത് അവിടെയാണ് നമുക്ക് ഈ കണക്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ടത്, ഐദർ ഓർ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഐദർ ജ്യോതി ഓർ സുരഭി വിൽ ടേക്ക് ദ ക്ലാസ്. പ്രവൃത്തി ഒന്നാണേ, അല്ലേ? ഐദർ ജ്യോതി ഓർ സുരഭി വിൽ ടേക്ക് ദ ക്ലാസ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ബ്രിട്ടോ വുഡ് അക്കമ്പനി മീ. സിഡോ വുഡ് അക്കമ്പനി മീ. 2 പേരുകളാണ്, വ്യത്യാസം. സബ്ജക്റ്റ് രണ്ടും വ്യത്യാസമാണ്, ബ്രിട്ടോ സിഡോ.
പക്ഷേ വേർബ് പ്രവൃത്തി സെയിം ആണ്. അക്കമ്പനി ചെയ്യാം, കൂട്ടുവരാം. ബ്രിട്ടോ എനിക്ക് കൂട്ടുവരുമായിരിക്കും, സിഡോ എനിക്ക് കൂട്ടുവരുമായിരിക്കും അല്ലേ? ബ്രിട്ടോ, സിഡോ. സബ്ജക്റ്റ് ഡിഫറെൻ്റ് ആണ്, വേർബ് സെയിം ആണ്. അപ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ യോജിപ്പിക്കുക? ഐദർ ബ്രിട്ടോ ഓർ സിഡോ വുഡ് അക്കമ്പനി മീ. ഐദർ ബ്രിട്ടോ ഓർ സിഡോ വുഡ് അക്കമ്പനി മീ. അപ്പോൾ അതും ക്ലിയർ ആയില്ലേ? സബ്ജക്റ്റ് ഡിഫറെൻറ്റ്, വേർബ് സെയിം. ഇനി അടുത്തത് സബ്ജക്റ്റും വേർബും ഡിഫറെൻ്റ് ആണ്. സബ്ജക്റ്റും ഡിഫറെൻറ്റ്, വേർബും ഡിഫറെൻറ്റ്. രണ്ടും വ്യത്യാസമാണെങ്കിൽ എന്ത് ചെയ്യും? നോക്കി നോക്കാം. ദ ടീച്ചർ വിൽ സ്കോൾഡ് മീ, മൈ ഫാദർ വിൽ ബീറ്റ് മീ. ടീച്ചർ എന്നെ വഴക്ക് പറയും, അച്ഛൻ എന്നെ അടിക്കും. അപ്പോൾ സബ്ജക്റ്റും വ്യത്യാസമാണ്, വേർബും വ്യത്യാസമാണ്. എങ്ങനെ യോജിപ്പിക്കും? ഐദർ ദ ടീച്ചർ വിൽ സ്കോൾഡ് മീ ഓർ മൈ ഫാദർ വിൽ ബീറ്റ് മീ. മനസ്സിലായില്ലേ? ഐദർ ദ ടീച്ചർ വിൽ സ്കോൾഡ് മീ ഓർ മൈ ഫാദർ വിൽ ബീറ്റ് മീ. ഇതിപ്പോൾ ഒന്നില്ലെങ്കിൽ ടീച്ചർ എന്നെ വഴക്ക് പറയും, അല്ലെങ്കിൽ അച്ഛൻ എന്നെ അടിക്കും. ചെകുത്താനും കടലിനും നടുവിലെന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരവസ്ഥ. അപ്പോൾ ദ ഡെവിൽ വിൽ കിൽ മീ. ഒന്ന്, ദ ഡെവിൽ വിൽ കിൽ മീ. ദ സീ വിൽ സ്വാലോ മീ. ഒന്നില്ലെങ്കിൽ ചെകുത്താൻ എന്നെ കൊല്ലും, പിന്നെ കടൽ എന്നെ വിഴുങ്ങും. രണ്ടും നല്ലതാണ് അല്ലേ? അപ്പോൾ രണ്ടും എങ്ങനെ യോജിപ്പിക്കും? ഐദർ ദ ഡെവിൽ വിൽ കിൽ മീ ഓർ ദ സീ വിൽ സ്വാലോ മീ. ഐദർ ദ ഡെവിൽ വിൽ കിൽ മീ ഓർ ദ സീ വിൽ സ്വാലോ മീ. ഒന്നില്ലെങ്കിൽ ആ ചെകുത്താൻ എന്നെ കൊല്ലും, അല്ലെങ്കിൽ കടൽ എന്നെ വിഴുങ്ങും. അതാണ് ഇത്. രണ്ടും ഡിഫറെൻറ്റ്, സബ്ജക്റ്റും വേർബും ഡിഫറെൻ്റായി വന്ന. ഇനി അടുത്തത് സബ്ജക്റ്റും വേർബും സെയിം ആണ്, ഒബ്ജക്റ്റ് വ്യത്യാസമാണ്. സബ്ജക്റ്റും സെയിം ആണ്, വേർബും സെയിം ആണ്, ഒബ്ജക്റ്റ് വ്യത്യാസമാണ്. അതൊന്ന് നോക്കി നോക്കാം അല്ലേ? സുരഭി വിൽ റൈറ്റ് എ സ്ക്രിപ്റ്റ്. സുരഭി വിൽ റൈറ്റ് എ സ്റ്റോറി അല്ലേ? സുരഭി സുരഭി, സബ്ജക്റ്റ് ഒന്നാണ്. റൈറ്റ് റൈറ്റ് അല്ലേ? വിൽ റൈറ്റ്. വേർബും ഒന്ന് തന്നെയാണ്, പക്ഷേ അവിടെ ഒബ്ജക്റ്റ് വ്യത്യാസമായി. സ്ക്രിപ്റ്റും സ്റ്റോറിയാണ്. അതെങ്ങനെ യോജിപ്പിക്കും? അപ്പോൾ സുരഭി വിൽ റൈറ്റ് എ സ്ക്രിപ്റ്റ്, സുരഭി വിൽ റൈറ്റ് എ സ്റ്റോറി. അപ്പോൾ എന്താ വ്യത്യാസമുള്ളത്? ഒബ്ജക്റ്റാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സുരഭി വിൽ റൈറ്റ് ഐദർ എ സ്ക്രിപ്റ്റ് ഓർ എ സ്റ്റോറി അല്ലേ? സുരഭി വിൽ റൈറ്റ് ഐദർ എ സ്ക്രിപ്റ്റ് ഓർ എ സ്റ്റോറി. വ്യത്യാസമുള്ളത് കണക്ട് ചെയ്യാനാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുക. ഇനി അടുത്തത്, അർച്ചിഷ wants to have badam shake. Archisha wants to have chiku juice. എങ്ങനെ യോജിപ്പിക്കും? അർച്ചിഷ സെയിം ആണ് സബ്ജക്റ്റ്, പിന്നെ വേർബും സെയിം ആണ്. വാണ്ട്സ് ടു ഹാവ് അല്ലേ? കഴിക്കാൻ ആഗ്രഹമുണ്ട് അല്ലേ? ഒബ്ജക്റ്റ് ഈസ് ഡിഫറെൻറ്റ്, ഒബ്ജക്റ്റ് വ്യത്യാസമാണ്. ഒരു സ്ഥലത്ത് ബദാം ഷേക്ക്, അടുത്തത് ചിക്കു ജ്യൂസ്. അപ്പോൾ എങ്ങനെ യോജിപ്പിക്കും? അർച്ചിഷ വാണ്ട്സ് ടു ഹാവ് ഐദർ ബദാം ഷേക്ക് ഓർ ചിക്കു ജ്യൂസ്. അർച്ചിഷയ്ക്ക് കഴിക്കാം, ഒന്നില്ലെങ്കിൽ ബദാം ഷേക്ക് അല്ലെങ്കിൽ ചിക്കു ജ്യൂസ്. അർച്ചിഷ വാണ്ട്സ് ടു ഹാവ് കഴിക്കണം അല്ലേ? അർച്ചിഷ വാണ്ട്സ് ടു ഹാവ് ഐദർ ബദാം ഷേക്ക് ഓർ ചിക്കു ജ്യൂസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കോറിലേറ്റീവ് കൺജങ്ഷൻ്റെ കുറച്ച് എക്സാമ്പിൾസും അതിൻ്റെ മാറ്റേണ്ട രീതികളൊക്കെ, ആ റൂൾസൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് നോക്കി.
അല്ലേ? അപ്പോൾ എല്ലാതും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേയും കൂടി സെൻറ്റൻസസ് ഇതുപോലെ ചെയ്ത് നോക്കുക, ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഒരു സീരീസ് ഓഫ് കറിലേറ്റീവ് കൺജങ്ഷൻസ് വരും. അപ്പോൾ അതുവരയ്ക്കും ബൈ.